ഭാരതം എന്നുള്ള പേർ നമ്മുടെ നാട്ടിന് ശ്രദ്ധിച്ചത്. പഞ്ചമസ്കന്ധത്തിൽ ആ രഘുഗണ മഹാരാജാവിന് പല്ലക്കെടുത്തിട്ട് പോകുമ്പോൾ അദ്ദേഹം ശകാരിച്ചു, മെല്ലെ നടക്കുന്നതിന് ശകാരിച്ചപ്പോഴാണ് ആദ്യമായി ഈ ഭരത മഹാരാജാവ് ബ്രാഹ്മണനായിട്ട് ജന്മമെടുത്തിട്ട് സംസാരിക്കുന്നത്. ആ സംസാരം കേട്ടപ്പോൾ ഇദ്ദേഹം ഒരു മഹാനാണെന്ന് മനസ്സിലാക്കിയ രഘുഗണ രാജാവ് തനിക്ക് ഉപദേശങ്ങൾ തന്ന് അനുഗ്രഹിക്കണം എന്ന് പറയുകയും അങ്ങനെ രഘുഗണന് ജഡഭരതൻ എന്ന് പറഞ്ഞാൽ ഭരത മഹാരാജാവ് ഒരു മാനിനോടുള്ള സമ്പർക്കം കാരണം അടുത്ത ജന്മത്തിൽ മാനായിട്ടും പിന്നീട് ആ മാനിൻ്റെ ജന്മം ഉപേക്ഷിച്ചിട്ട് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ഒരു ബ്രാഹ്മണകുമാരനായിട്ടും ജനിച്ചു. ആ ബ്രാഹ്മണകുമാരനെയാണ് ജഡഭരതൻ എന്ന് പറയുന്നത്. അദ്ദേഹം ജനിച്ചിട്ട് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ രഘുഗണ മഹാരാജാവിനോട് സംഭാഷണം ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ഉപദേശിച്ച് അവിടെ മുക്തി അടയുകയാണ് ഉണ്ടായത്. അത പഞ്ചമസ്കന്ധ ഏകാദശോധ്യായ ബ്രാഹ്മണോ വാച അഗോവിദ വാദവാദാൻ വിദസ്യതോ നാദിവിദാംബരിഷ്ട ന സൂരയോ ഹി വ്യവഹാരമേനം തത്വാവമർശേന സഹാമനന്തി തദൈവ രാജന്നുരുഗാർഹമേധ വിധാന വിദ്യോരു വിജൃംഭിതേഷു ന വേദവാദേഷു ഹി തത്വവാദ പ്രായേണ ശുദ്ധോനുചഗാസ്തി സാധു ന തസ്യ തത്വഗ്രഹണായ സാക്ഷാത് വരീയസീരഭിവാജസമാസൻ സ്വപ്നേ നിരുക്ത്യാ ഗൃഹമേതി സൗഖ്യം നയസ്യ ഹേയാനുമിദം സ്വയം സ്യാത്. ഓം ശ്രീകൃഷ്ണായ നമഃ. യാവൻ മനോരജസാ പൂരുഷസ്യ സത്വേന വാ തമസാ വാനുരുദ്ധം ചേതോ വിരാഗോതി വിരാധനോതി നിരങ്കുശം കുശലം ചേതരം വാ സവാസനാത്മാ വിഷയോ പരക്തോ ഗുണപ്രവാഹോ വികൃതഷോഡശാത്മാ ബിഭ്രത്പൃഥം നാമഭിരൂപവേദ അന്തർബഹിഷ്ടുഞ്ച പുരൈസ്തനോതി ദുഃഖം സുഖം വിതിരിക്തം ച തീവ്രം കാലോപപന്നം ഫലമാവിനക്തി ആലിംഗ്യമായാ രജിതാന്തരാത്മാ സ്വദേഹിനം സംശ്രുതി ചക്രകൂട താവാനയം വ്യവഹാരഃ സദാവി ക്ഷേത്രജ്ഞ സാക്ഷ്യോ ഭവതി സ്ഥൂലസൂക്ഷ്മ തസ്മാൻ മനോലിംഗമതോ വദന്തി ഗുണാഗുണത്വസ്യ പരാവരസ്യ ഗുണാനുരക്തം വ്യസനായ ഛന്ദോ ക്ഷേമായ നിർഗുണമതോ മനസ്യാത് യഥാ പ്രദീപോ ഘൃതവർത്തിമസ്നൻ ശിഖാസു ധൂമാ ഭജതി ഹ്യന്യദാസം പദം തഥാ ഗുണകർമാനുബന്ധം വൃത്തിർമനശ്രേയതേ നിത്യതത്വം ഏകാദശാസൻ മനസോ ഹി വൃത്തയാ ആകൂത പഞ്ചദ്യോഭിമാന മാത്രാണി കർമാണി പുരം ജതാസാം വദന്തി ഹേകാദശ വീരഭൂമി ഗന്ധാകൃതി സ്പർശ രസസ്രവാംസി വിസർഗരത്യർത്യ അഭിജൽപശില്പ ഏകാദശം സ്വീകരണം മമേതി ശയ്യാമഹം ദ്വാദശമേകമാഹു ദ്രവ്യസ്വഭാവാശയ കർമ്മകാലേ ഏകാദശാമി മനസോ വികാര സഹസ്രശതശകോടിശ്ച ക്ഷേത്രജ്ഞതോ ന വിദോ ന സ്വദസ്യു ക്ഷേത്രജ്ഞേഥാ മനസോ വിഭൂതിർ ജീവസ്യ മായാ രചിതസ്യ നിത്യ ആവിർഹിതാ ക്വാപി തിരോഹിതാശ്ച ശുദ്ധോ വിജഷ്ടേഹ വിശുദ്ധകർത്തു ക്ഷേത്രജ്ഞ ആത്മാ പുരുഷ പുരാണ സാക്ഷാത് സ്വയം ജ്യോതിരജ പരേശ നാരായണോ ഭഗവാൻ വാസുദേവ സ്വമായയാത്മാന്യവിധീയമാന യഥാനിലസ്ഥാവര ജംഗമാന ആത്മസ്വരൂപേണ നിവിഷ്ടയേത് ഏവം പരോ ഭഗവാൻ വാസുദേവ ക്ഷേത്രജ്ഞ ആത്മേദമനുപ്രവിഷ്ട നയാവദേദം തനുവദ് നരേന്ദ്ര വിദൂയമായാം വയുനോദയേന വിമുക്തസംഗോ ജിതഷട്സപത്നോ വേദാത്മതത്വം ഭ്രമതീഹ താവത് ന യാവദേതന്മന ആത്മലിംഗം സംസാരതാപാവപനഞ്ജനസ്യ യച്ചോഗമോഹാമയരാഗലോഭ വൈരാനുബന്ധം മമതാം വിദത്തേ ഭ്രാതൃവ്യമേനം തദബ്രവീര്യ ഉപേക്ഷയാദ്യേദിതമപ്രമത്ത ഗുരോർഹരേ ചരണോ പാസനാസ്ത്രോ
ജഹിബ്വിലീയം സ്വയമാത്മമോഷം. ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ബ്രാഹ്മണ രഘുഗണ സംവാദേ ഏകാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.